ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2098. ഇന്ന് സെപ്റ്റംബർ മാസം 28-ാം തീയതി. ഈ ആണ്ടിലെ 271-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ നമ്മൾ തിരക്കിലാണ്, പ്രത്യേകിച്ച് പ്രഭാതത്തില്. അതുപോലെയാണ് നമുക്ക് ഓരോരുത്തർക്കും അറിയാം, ഞായറാഴ്ച ഏറെ തിരക്കുകളിൽ പെട്ടേ മതിയാവും. അത് ആത്മീയ ആദരണത്തിന്റെ, ആത്മീയ ജീവിതത്തിന്റെ ഭാഗമാണ്. ശരിക്കും നമ്മളൊക്കെ എന്തുമാത്രം യേശുവിനെ അനുകരിച്ചും അനുസരിച്ചും ജീവിക്കുന്നവരാണ്. യേശുവിന്റെ സുവിശേഷത്തെ എന്തുമാത്രം ഉൾക്കൊള്ളുന്നവരാണ്. ഞായറാഴ്ച ആരാധനയിലൊക്കെ ഏറെ താല്പര്യത്തോടെ, തീഷ്ണതയോടെ, തീവ്രമായ വിശ്വാസത്തോടെ സംബന്ധിക്കുന്നവരാണ് നമ്മളിൽ മിക്കവരും, അല്ല എല്ലാവരും. നമ്മളുടെ പ്രായോഗിക ജീവിതത്തിൽ, ആരാധനയ്ക്ക് ശേഷമുള്ള നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ യേശുവിനും യേശുവിന്റെ സുവിശേഷത്തിനുമൊക്കെ എന്തുമാത്രം പ്രാധാന്യമുണ്ട്, എന്തുമാത്രം പ്രസക്തമാണ് കാര്യങ്ങൾ, എന്തുമാത്രം സ്പേസ് അനുവദിക്കുന്നുണ്ട് ഈ യേശുവിനും യേശുവിന്റെ സുവിശേഷത്തിനുമൊക്കെ. എപ്പോഴാണ് ആരാധനയ്ക്ക് ശേഷമുള്ള നമ്മളുടെ ബാക്കി ജീവിതത്തിന്റെ അകത്ത്. ഒരു ഉദാഹരണത്തിന്, നമ്മൾ സുവിശേഷത്തിലെ ഓരോ കാര്യങ്ങളെയും നമ്മൾ മനസ്സിലാക്കുന്നത് അവനവന്റെ സൗകര്യത്തിനനുസരിച്ചാണ്, അവനവന്റെ തലത്തിൽ നിന്നുകൊണ്ടും തരത്തിൽ നിന്നുകൊണ്ടുമാണ്. എത്ര സമൃദ്ധമായിട്ടാണ് നമ്മൾ ഇതിനെ വ്യാഖ്യാനിച്ച് ശരിയാക്കുന്നത്. ഉദാഹരണത്തിന്, മാനസാന്തരം എന്നൊരു വാക്കുണ്ട്. അത് നമുക്ക് മാത്രം ബാധകമായ ഒരു കാര്യമായി നമ്മൾ മാറ്റിക്കളഞ്ഞു. എന്ന് വെച്ചാല്, ഞാൻ ഇടറിപ്പോയാല് എനിക്ക് മാനസാന്തരത്തിനൊരു അവസരമുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റൊരാൾക്കും അത് അനുവദിച്ചു കൊടുക്കാനായിട്ട്, അങ്ങനെ ഒന്നുണ്ട് എന്ന് നമ്മളൊന്ന് സമ്മതിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ഇതുവരെയും വളർന്നിട്ടില്ലല്ലേ. ആത്മീയതയില് യേശുവിന്റെ ഒരു ഭാവത്തിലേക്ക് എത്തിയിട്ടില്ല. അവിടെയാണ് നമുക്കൊക്കെ കുറെ കൂടി ആത്മീയമായ ചില തിരുത്തലുകളൊക്കെ വേണ്ടി വരുന്നത്. കുറച്ചൊക്കെ ചെത്തിയൊരുക്കാതെ നമ്മൾ ഇനി എങ്ങനെയാണ് എന്നാണ് ശരിയാവുക? യേശുവിനെ അനുഗമിക്കുന്ന ഓരോരുത്തരും എപ്പോഴെങ്കിലുമൊക്കെ സ്വയം ചോദിക്കേണ്ടതാണ്, ഈ മാനസാന്തരം അല്ലെങ്കിൽ ദൈവം പൊറുക്കുക, ഇത് എന്നോട് മാത്രം ദൈവത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നൊരു തോന്നലില്ല ഞാൻ ജീവിക്കുക. അങ്ങനെ എന്നോട് പൊറുക്കുന്ന ദൈവം എല്ലാവരോടും പൊറുക്കുന്നുണ്ടെന്ന് എന്തേ എനിക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റാതെ പോകുന്നത്? എനിക്കൊരു മാനസാന്തരത്തിന് ഒരു സ്കോപ്പ് ഉണ്ടെങ്കിൽ, ഒരു സ്പേസ് ഉണ്ടെങ്കിൽ, ഭൂമിയിലുള്ള ഏതൊരു മനുഷ്യനും മാറാനായിട്ട്, നന്നായി ഒന്നും കൂടെ തുടങ്ങാനായിട്ട് അവസരമുണ്ട്. ആ ഒരു യേശു ബോധത്തിലേക്ക് പ്രാർത്ഥനയോടുകൂടി ഈ നല്ല ഞായറാഴ്ച നമുക്കെത്താം. ആമേൻ.